റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. നോറോ വൈറസ് ലക്ഷണങ്ങൾ ബാധിച്ച വ്യക്തികൾ NHS ജീവനക്കാർക്ക് വൈറസ് കൈമാറുന്നത് സമ്മർദ്ദം ഉയർത്തുന്നു. അതിനാൽ വൈറസ് ലക്ഷണങ്ങൾ ബാധിച്ച വ്യക്തികൾ 2 ദിവസം വീടുകളിൽ ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുകയാണ് ബ്രിട്ടീഷ് മെഡിക്കൽ ചീഫ്. NHS വിന്ററിലെ ഛർദിൽ സൃഷ്ടിക്കുന്ന വൈറസിന്റെ 2ാം വരവ് നേരിടുന്നതിനിടെയാണ് രോഗികൾ ആശുപത്രികൾ എത്തുന്നത് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനിടെ COVID-19 കേസുകളും ഫ്ലൂ, കുട്ടികൾക്കിടയിലെ ഗുരുതര ശ്വാസകോശ ഇൻഫെക്ഷനായ RSV എന്നിവയും ഉയർന്ന തോതിൽ തുടരുന്നു. ഈ ഘട്ടത്തിലാണ് NHS മേധാവിയുടെ ഇടപെടൽ. വൈറസുകൾ ആശുപത്രിയിൽ വ്യാപിക്കുന്നത് മൂലം കഴിഞ്ഞ ആഴ്ച മാത്രം രോഗബാധിതരായ 50,000-ലേറെ NHS ജീവനക്കാർക്ക് ഓഫ് എടുക്കേണ്ടതായി വന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 10% അധികം വരുന്ന ഈ കണക്കുകൾ ഹെൽത്ത് സർവീസിലെ സമ്മർദ്ദം അധികരിപ്പിക്കുന്നതാണ്. സ്ഥാനമൊഴിയുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് NHS ഇംഗ്ലണ്ട് നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ സ്റ്റീഫൻ പോവിസ് ആണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. വേനൽ കാലാവസ്ഥ മെച്ചപ്പെട്ടിട്ടും ഹെൽത്ത് സർവീസിലെ വിന്റർ സമ്മർദ്ദം അവസാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നോറോ വൈറസ് വ്യാപനം തടയാൻ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകാൻ ഓർമ്മിക്കണം. രോഗം പിടിപെട്ടാൽ 2 ദിവസത്തേക്കെങ്കിലും മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം, പ്രൊഫസർ പോവിസ് നിർദ്ദേശിച്ചു. മനം പുരട്ടൽ, ഛർദിൽ, വയറ്റിളക്കം, വയറുവേദന എന്നിവയാണ് നോറോ വൈറസ് ലക്ഷണങ്ങൾ. ചിലർക്ക് ഫ്ലൂവിന് സമാനമായ ലക്ഷണങ്ങളും ഉണ്ടാകാം. കഴിഞ്ഞ ആഴ്ച ആശുപത്രികളിൽ നോറോ വൈറസ് ബാധിച്ച് പ്രതിദിനം 1094 രോഗികൾ ഉണ്ടായിരുന്നുവെന്നാണ് NHS ഇംഗ്ലണ്ട് വ്യക്തമാക്കുന്നത്. NHS ജീവനക്കാർക്ക് ക്ഷാമം നേരിടുമ്പോഴാണ് രോഗഭീഷണിയും കൂടെ എത്തുന്നത്. ഭരണകക്ഷിയായ ലേബറിനും പ്രതിപക്ഷമായ ടോറികൾക്കും കനത്ത വെല്ലുവിളിയായി വളർന്നുവന്ന റീഫോം UK പാർട്ടിയിൽ കലാപം തുടരുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ എത്തിയേക്കുമെന്ന് വരെ ഒരു ഘട്ടത്തിൽ കരുതിയിരുന്ന റീഫോം UKയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വന്തം പാർട്ടി MP-യായ റൂപ്പർട്ട് ലോക്ക് എതിരെ പാർട്ടി നേതാവ് നിഗൽ ഫറാജ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. അമേരിക്കൻ ശതകോടീശ്വരൻ ഇലോൺ മസ്കുമായി ഫറാജ് തെറ്റിപ്പിരിഞ്ഞതോടെയാണ് ഇരു നേതാക്കൾക്കുമിടയിൽ ഭിന്നത പ്രത്യക്ഷപ്പെട്ടത്. ഫറാജിന് നേതാവാകാൻ യോഗ്യതയില്ലെന്ന് തുറന്നടിച്ച മസ്ക് ഇക്കഴിഞ്ഞ ജനുവരിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ ലോ ആണ് പാർട്ടി നേതാവാകാൻ യോഗ്യനെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു മിഷിഹായുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കാൻ മാത്രമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ നിന്നും പാർട്ടിക്ക് ഘടനാപരമായ മാറ്റങ്ങൾ വേണമെന്നും ലോ അഭിപ്രായപ്പെടുന്നു. തങ്ങളുടേത് പ്രതിഷേധിക്കാൻ മാത്രമുള്ള ഒരു പാർട്ടി അല്ലെന്നും അത്തരത്തിലുള്ള ധാരണ തികച്ചും തെറ്റാണെന്നുമായിരുന്നു ഇതിനു മറുപടിയായി ഫറാജ് പ്രതികരിച്ചത്. ഒരുപാട് വികസന ലക്ഷ്യങ്ങളുള്ള പാർട്ടിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഫറാജ് MP എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നായിരുന്നു ലോ അഭിപ്രായപ്പെട്ടത്. സർക്കാർ എത്രയൊക്കെ ചെയ്തിട്ടും ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിൽ പ്രവേശിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ ഉയർത്തുന്ന വെല്ലുവിളി കൂടിക്കൂടി വരുന്നു. ചാനൽ കടത്ത് സർവ്വകാല റെക്കോർഡിൽ എത്തിയതായാണ് പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നത്. മാർച്ച് മാസത്തിലെ ആദ്യ 4 ദിവസത്തിൽ ബ്രിട്ടനിൽ പ്രവേശിച്ച അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം 1168 എത്തി. ഇതോടെ 2025 ആകെ എണ്ണം 3224 ഉയർന്നു. മുൻവർഷത്തെ ഈ സമയത്തെ കണക്കുകളേക്കാൾ ഏറെ വർദ്ധിച്ച തോതിലാണ് ഈ പ്രവേശനം. മെച്ചപ്പെട്ട കാലാവസ്ഥയാണ് ഈ വർധനവിന് പിന്നിലെന്ന് ഹോം ഓഫീസ് അവകാശപ്പെട്ടു. എന്നിരുന്നാലും വരവ് തടയാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് അവർ സമ്മതിക്കുന്നു. ചെറുബോട്ടുകളുടെ വർദ്ധിച്ച വരവിന് അധ്യക്ഷത വഹിക്കുകയാണ് ലേബർ ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ടോറി ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് വിമർശിച്ചു. അവർക്ക് അതിർത്തിയുടെ നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞു. റുവാണ്ട പദ്ധതി റദ്ദാക്കിയ ലേബർ 96% അധിക കുടിയേറ്റക്കാർക്കും രാജ്യത്ത് തുടരാൻ അനുമതി നൽകി വാതിൽ തുറന്നിടുകയാണ് ചെയ്തത്. നമുക്ക് ദുർബലനായ പ്രധാനമന്ത്രിയും ഹോം സെക്രട്ടറിയുമാണുള്ളത്. ഇവർ നാണിച്ച് തലതാഴ്ത്തണം, ഫിലിപ്പ് രൂക്ഷമായ ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തി. അതേസമയം അധികം ആളുകയറി മുങ്ങിയ ഒരു ബോട്ട് കൂടി ബോർഡർ ഫോഴ്സ് ഇന്നലെ രക്ഷപ്പെടുത്തി. അധികമായി ആളുകയറിയ ഒരു ബോട്ട് ഫ്രഞ്ച് നേവി ഓഫീസർമാർ കൈവിട്ടതോടെ UK ബോർഡർ ഫോഴ്സ് രക്ഷപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2025 ഏപ്രിൽ 2 ശേഷം ബ്രിട്ടനിലേക്ക് സന്ദർശനത്തിനായി എത്തുന്നവർ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എടുക്കേണ്ടതായി വരും. ഓരോ വർഷവും UK ബോർഡർ കടന്നു പോകുന്നവർക്കായി കൂടുതൽ സുഗമവും സുരക്ഷിതവുമായ യാത്ര ഒരുക്കുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ ഡിജിറ്റൽ ഇമിഗ്രേഷൻ സിസ്റ്റം ഒരുക്കുന്നതായി ഹോം ഓഫീസ് അറിയിക്കുന്നു. ബ്രിട്ടൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രിട്ടീഷ്, ഐറിഷ് പൗരന്മാർ ഒഴികെ മറ്റെല്ലാവരും ഇവിടെ വരുന്നതിന് മുൻപായി യാത്ര ചെയ്യുന്നതിനുള്ള അനുമതി എടുത്തിരിക്കണമെന്നും സർക്കാർ പറയുന്നു. ഇത് ഇലക്ട്രോണിക് ഓതറൈസേഷൻ വഴിയോ അല്ലെങ്കിൽ വിസ വഴിയോ ആകാം. ബ്രിട്ടനിലേക്കുള്ള ഒട്ടുമിക്ക ഒഴിവുകാല യാത്രക്കാർക്കും ബിസിനസ് യാത്രക്കാർക്കും ഇപ്പോൾ ഒരു വിസ ആവശ്യമില്ല. എന്നാൽ ഏപ്രിൽ 2 ശേഷം ഇവിടം സന്ദർശിക്കുന്ന ഐറിഷ് പൗരന്മാർ ഒഴികെയുള്ള വിദേശികൾക്ക് ETA ആവശ്യമായി വരും. ഇനി നാട്ടിലെ വാർത്തകൾ. നിപ്പ രോഗസാധ്യതയുള്ള 5 ജില്ലകളിൽ അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനൊരുങ്ങി ആരോഗ്യവകുപ്പ്. കോഴിക്കോട്ടെ കേരള 1 ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ചാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, എറണാകുളം ജില്ലകളിൽ അതിജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. മുൻപ് മനുഷ്യരിലോ പഴംതീനി വവ്വാലുകളിലോ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളാണ് ഇവ. പഴംതീനി വവ്വാലുകളുടെ പ്രജനനകാലമായ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് വൈറസ് വ്യാപനത്തിൽ നിർണായകം. എന്നാൽ ഫെബ്രുവരിയിലും ഈ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രത ശക്തിപ്പെടുത്തുന്നത്.
CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പ്രാദേശിക വിഭാഗീയത പാർട്ടിക്ക് തലവേദനയാകുന്നുവെന്ന വിലയിരുത്തൽ. പാർട്ടിയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്നും പ്രാദേശികമായി ഉയർന്നുവരുന്ന പ്രശ്നങ്ങളുടെ പിന്നിൽ വിഭാഗീയ പ്രവണതയുള്ള ഒരു കൂട്ടം സഖാക്കളാണെന്നുമാണ് വിമർശനം. പ്രാദേശിക വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വം ഇടപെടണമെന്നും ഇതിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സഖാക്കൾ കീഴ്ഘടകങ്ങളിൽ നേരിട്ടെത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റിയാസിനെ പുകഴ്ത്തുകയും സ്വരാജിനെ ഉപദേശിക്കുകയും ചെയ്യുന്നതാണ് റിപ്പോർട്ട്. ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസും ബാരി ബുച്ച് വിൽമോറും ഒടുവിൽ ഭൂമിയിലേക്ക് മടങ്ങാനൊരുങ്ങുന്നു. 9 മാസം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് ശേഷമാണ് അവർ എത്തുന്നത്. ഈ ഘട്ടത്തിൽ ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ഭൂമിയിലെത്തിയ ഉടനെ ഇവർ നടന്ന് വീട്ടിലേക്ക് പോകുമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. ത്രസ്റ്ററിന്റെ തകരാറ് മൂലം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയതിനാൽ അവരുടെ ശരീരത്തെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറാൻ ആഴ്ചകളോ മാസങ്ങളോ എടുക്കും. ഗുരുത്വാകർഷണമില്ലാതെ 9 മാസമാണ് അവർ കഴിഞ്ഞത്. മാർച്ച് 19-നോ 20-നോ ഭൂമിയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഭൂമിയിലെത്തിയ ഉടനെ അവരെ ശക്തമായ പരിശോധനകൾക്കായി മെഡിക്കൽ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകും. ദീർഘകാലം ഭാരക്കുറവ് അനുഭവിച്ചതും ബഹിരാകാശ വികിരണത്തിന് വിധേയമായതും ഇരുവരുടെയും ആരോഗ്യത്തിൽ ശാശ്വതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. കൊളംബിയയ്ക്കും അർജന്റീനയ്ക്കുമെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ആയുള്ള ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. 17 മാസത്തിന് ഇടവേളയ്ക്ക് ശേഷം നെയ്മറെ ബ്രസീൽ ടീമിൽ തിരികെ എത്തിച്ചു. 2023 ഒക്ടോബറിൽ ഉറുഗ്വേക്കെതിരെ കാൽമുട്ടിന് പരിക്കേറ്റപ്പോഴാണ് സാന്റോസ് ഫോർവേഡ് അവസാനമായി ബ്രസീലിനായി കളിച്ചത്. അൽ ഹിലാൽ വിട്ട് ജനുവരിയിൽ തന്റെ ബാല്യകാല ക്ലബായ സാന്റോസിലേക്ക് നെയ്മർ മടങ്ങിയിരുന്നു. അതിനുശേഷം 7 ലീഗ് മത്സരങ്ങളിൽ 3 ഗോളുകളും 3 അസിസ്റ്റുകളും നേടി. 128 അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീലിനായി കളിച്ച താരം 79 ഗോളുകളുമായി രാജ്യത്തെ ടോപ്പ് സ്കോററായി തുടരുന്നു. ICC ടൂർണമെന്റ് ചരിത്രത്തിൽ ന്യൂസിലാൻഡ് എന്നും ഇന്ത്യക്ക് വേദന സമ്മാനിച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ്. ബ്ലാക്ക് ക്യാപ്സ് എന്നറിയപ്പെടുന്ന ന്യൂസിലാൻഡാണ് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി. ഞായറാഴ്ച ദുബായിലാണ് ഫൈനൽ. ഗ്രൂപ്പ് എയിൽ ഇരുവരും നേർക്കുനേർ വന്നപ്പോൾ ഇന്ത്യ 44 റൺസ് ജയം നേടിയിരുന്നു. എന്നാൽ ICC ടൂർണമെന്റിൽ കിവീസ് ഇന്ത്യക്ക് മേൽ ആധിപത്യമുള്ള ടീമാണെന്നതാണ് ഫൈനലിൽ ആരാധകരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത്. 112.26 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.